സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, മലയാളത്തിൽ ഖുത്ബ ഓതുന്ന ജുമഅയിൽ പോയി പങ്കെടുത്താൽ ആ ജുമഅ സഹീഹല്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഖുത്ബ ഓതുന്ന ജുമഅയിൽ പങ്കെടുക്കുന്ന വല്ല മുസ്ലിമീങ്ങളുമുണ്ടെങ്കിൽ ആഖിറത്തിൽ വെച്ച് പേരോട് ഉസ്താദ് പലപ്പോഴും പ്രസംഗിച്ചിട്ട് ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയണ്ട. ജുമഅ നിസ്കാരത്തിന്റെ നിബന്ധനയാണ് രണ്ട് ഖുത്ബ. ഖുത്ബയുടെ നിബന്ധനയാണ് അത് അറബിയിൽ തന്നെ ആയിരിക്കുക എന്നത്. അത് മലയാളത്തിൽ കൊണ്ടുവന്നാൽ അത് ശറഇന്റെ നിയമമനുസരിച്ച് പാടുള്ളതല്ല. വലാ തുബ്തിലൂ അഅമാലക്കും, അല്ലാഹു ഖുർആനിൽ പറഞ്ഞാണ് നിങ്ങളുടെ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കാൻ പാടില്ല. നിബന്ധന ഒക്കാതെ ഒരു കാര്യം ചെയ്താൽ അത് ബാത്തിലാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിലുള്ള ഖുത്ബ നടക്കുന്ന പള്ളിയിൽ പോയി ജുമഅയിൽ പങ്കെടുത്താൽ ജുമഅ നമുക്ക് കിട്ടുകയില്ല. ഇതിപ്പോ അള്ളാഹുവിനെ മുൻനിർത്തി പറയുന്നതാണ്, പറഞ്ഞില്ല എന്നാരും പറയണ്ട. അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ ആരും കുടുങ്ങിപ്പോകണ്ട. ചിലർക്ക് ചിലപ്പോൾ തോന്നും പേരോട് ഉസ്താദിന് അല്ലെ പേരോട് അബ്ദുറഹ്മാന് ഈ പള്ളിയിൽ വന്നിട്ട് പള്ളി നിറയാൻ വേണ്ടിയാണ്. ഞാൻ പറയട്ടെ, ഒരാൾ ഇവിടെ നിസ്കരിക്കാൻ വന്നാൽ അവരെ ഒതുവെടുക്കാനുള്ള വെള്ളത്തിന്റെ കറണ്ടിന്റെ പൈസ നമ്മൾ ഉണ്ടാക്കണം എന്നല്ലാതെ നമുക്കതുകൊണ്ട് വേറെ ദുന്യാവിലൊന്നും കിട്ടാനില്ല. പക്ഷേ ഒരാൾ കൂടുതൽ നിസ്കരിച്ചാൽ നിസ്കരിക്കുന്ന ആൾക്ക് വേണ്ടി പള്ളി നിർമ്മിച്ച വ്യക്തിക്കുള്ള പ്രതിഫലം കൂടുതൽ കൊടുത്തേക്കും, അതിന് അധ്വാനിച്ചവർക്കുള്ള കൂടുതൽ പ്രതിഫലം കൊടുത്തേക്കും എന്നല്ലാതെ ദുന്യാവ് ഞങ്ങൾക്ക് അതുകൊണ്ടൊന്നും കിട്ടാനില്ല. ഇത് ആഖിറത്തിന് വേണ്ടിയാ പറയുന്നത്. അറബിയിൽ ഖുത്ബ ഓതണമെന്ന് നിർബന്ധമാണ്. ഇനി ഞാൻ എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരോട് പറയട്ടെ, അറബിയിലുള്ള ഖുത്ബ ഓതിയിട്ട് ജുമഅ നിസ്കരിച്ചാൽ പറ്റുകയില്ല എന്ന് ഒരു പ്രസ്ഥാനക്കാരനും ഇവിടെ വാദിക്കുന്നില്ല. അതായത് മലയാളത്തിൽ ഖുത്ബ ഓതുന്നവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, അറബിയിൽ ഖുത്ബ ഓതിയാൽ അതിന് തകരാറുണ്ടോ? ആ ജുമഅക്ക് വല്ല തകരാറുണ്ടോ? അവരും പറയും അതിന് തകരാറില്ല. അതുകൊണ്ട് ആ ഹജ്ജിന് പോയാൽ മക്കയിൽ നിന്ന് അവിടുത്തെ ജുമഅയിൽ പങ്കെടുത്ത് വന്നാൽ മലയാള ഖുത്ബയിൽ പങ്കെടുക്കുന്നവർ ഒറ്റ ആളും അവരെ നിസ്കാരം മടക്കി നിസ്കരിക്കാറില്ല. മദീനത്തിൽ നിന്ന് ജുമഅയിൽ പങ്കെടുത്തവര് അറബിയിലുള്ള ഖുത്ബയിൽ പങ്കെടുത്ത് തിരിച്ചു വന്നാൽ അവരും അവരെ ജുമഅ മാറ്റി നിസ്കരിക്കാറില്ല. ഇവിടെ നിന്ന് തന്നെയും അവർ ഈ കുറ്റ്യാടിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ പള്ളിക്കര ജുമഅക്ക് കൂടിയാൽ കുളങ്ങരത്തായ ജുമഅക്ക് കൂടിയാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജുമഅക്ക് കൂടിയാൽ അവരാരും ജുമഅ മാറ്റി നിസ്കരിക്കുന്നത് നമ്മൾ കാണാറില്ല. കാരണം അവർക്കും അറിയാം അറബിയിലുള്ളത് സഹീഹാണെന്ന്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ജുമഅ നിസ്കരിക്കുന്നത് എന്തിനാ? ദുന്യാവിൽ കാര്യം കിട്ടാനല്ലല്ലോ. ദുന്യാവിൽ കാര്യം കിട്ടാനായിരിക്കാം നമ്മൾ വണ്ടി ഓട്ടുന്നത്, അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ കൃഷി നടത്തുന്നത്, അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നത്, അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ വാടകയ്ക്ക് വാങ്ങുന്നത്, അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ ബിൽഡിങ്ങുകൾ പലതും വാടക കൊടുക്കാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നത് അതൊക്കെ ദുന്യാവിൽ പണം കിട്ടാൻ വേണ്ടിയാണ്. ജുമഅക്ക് പോകുന്നത് എന്തിനാ സഹോദരന്മാരെ? നമ്മളെ ദോഷം പൊറുക്കിട്ടാനല്ലേ? അള്ളാന്റെ കൂലി കിട്ടാനല്ലേ? ആഖിറത്തിന് വേണ്ടിയല്ലേ? ഈ ആഖിറത്തിന് വേണ്ടി പോകുന്ന കാര്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ. എല്ലാ മൗലവിമാരും പറയുന്നു, എല്ലാ മുസ്ലിയാമാരും പറയുന്നു, അറബിയിലുള്ള ഖുത്ബ ഓതിയിട്ട് ജുമഅ നിസ്കരിച്ചാൽ അത് പഠിച്ചവനെടുക്ക കൊടുങ്ങൂല, അത് ശരിയാണ്. അതേസമയത്ത് മലയാളത്തിലുള്ള ഖുത്ബ ഓതുന്ന സ്ഥലത്ത് പോയാൽ നിങ്ങളെ ജുമഅ സഹീഹല്ല എന്ന് ധാരാളം പണ്ഡിതന്മാർ, നിങ്ങൾ ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന പണ്ഡിതന്മാർ, ഇമാമിങ്ങൾ പറഞ്ഞതിന്റെ പുറമെയാണ് ഞാൻ പറയുന്നത്. ഇമാം നവവി പറയുന്നു പറ്റൂല, ഇമാം റാഫി പറയുന്നു പറ്റൂല, ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു പറ്റൂല. അവരൊക്കെ പേരോട് അബ്ദുറഹ്മാനെ പോലത്തെ ആൾക്കാരല്ല. ഇമാം നവവിയൊക്കെ ആരാ? സഹോദരന്മാരെ, അവർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിച്ചവരല്ലേ? എന്താണ് അവരൊക്കെ മനസ്സിന്റെ നന്മ? കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പിയും കട്ടിട്ടൊരു മനുഷ്യൻ ഓടിക്കളഞ്ഞു. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പിയും കട്ട് ഓടിയ വിവരം നവവി ഇമാം തങ്ങൾക്ക് കിട്ടിയപ്പോ ഇമാം നവവി ചിന്തിക്കുന്ന എന്റെ തൊപ്പി പോയല്ലോ എന്നല്ല, പഠിച്ചവനെ എന്റെ തൊപ്പി കണ്ടതുകൊണ്ട് അവൻ നരകത്തിൽ കിടക്കുമല്ലോ, അവൻ എന്റെ തൊപ്പി കട്ടതുകൊണ്ട് നരകത്തിൽ കിടക്കുമല്ലോ, അവൻ പഠിച്ചവന്റെ അടുക്ക കുടുങ്ങിപ്പോകുമല്ലോ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരാളും പരാജയപ്പെടാതെ വിജയിച്ച് കിട്ടണമല്ലോ. ഇമാം നവവി റളിയല്ലാഹു അൻഹു അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു, കട്ടകള്ളന് പൊരുത്തപ്പെട്ടു കൊടുത്തു. പൊരുത്തപ്പെട്ടു കൊടുത്തിട്ട് പിന്നെയും മനസ്സമാധാനില്ല. കാരണം ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് അയാൾ അറിയില്ലല്ലോ. അറിയാത്ത കാലത്തോളം അത് ഉപയോഗിക്കൽ അയാൾക്ക് ഹറാമല്ലേ? ആ ഹറാമെന്ന് അയാളെ രക്ഷപ്പെടുത്താൻ എന്താ വഴി? അയാളോട് ഞാൻ പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരമൊന്ന് പറയാ.
പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരം പറയാൻ വേണ്ടി കള്ളൻ ഓടുമ്പോ കള്ളന്റെ പിന്നാലെ ഇമാം നവവി റളിയല്ലാഹു ഓടി. എന്തിനാ ഓടുന്നത്? തൊപ്പി പിടിച്ചെടുക്കാനല്ല, പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരം പറയാനാ. എന്തിനാ പൊരുത്തപ്പെട്ടു എന്ന് പറയുന്നത്? അയാൾക്കത് ഉപയോഗിക്കല് ഹലാലാകാനാ. സുബ്ഹാനല്ലാഹ്, എന്തൊരു നല്ല മനസ്സ്. നവവി ഇമാം റളിയല്ലാഹു ഓടി ഓടി കള്ളന്റെ സമീപത്തെത്തിയപ്പോ ശബ്ദം കേട്ടിട്ട് കള്ളൻ തിരിഞ്ഞു നോക്കുമ്പോ അതാ ഉടമസ്ഥൻ ഓടി വരുന്നു. കള്ളൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി. കള്ളൻ വിചാരിക്കുന്നതിനെ പിടിക്കാനാണ് എന്നാ. കള്ളൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി. അപ്പോഴാ നവവി ഇമാം തങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മോനെ, പൊരുത്തപ്പെട്ടു, ഇതും കേട്ടിട്ട് ഓടിക്ക മോനെ. ഇത്ര നല്ല മനസ്സുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു. ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു ആ മക്കളെ, ഹൽ യുസ്തറത്തു ഖൗലുൽ ഖുതുബത്തി അറബിയ്യതൻ, ഖുതുബ അറബിയിലായിരിക്കൽ നിബന്ധനയുണ്ടോ ഇല്ലേ എന്നൊരു ചർച്ച ശറഹുൽ മുഹദ്ദബിൽ എടുത്തിട്ട് പറയുന്നു. ശരിയായ അഭിപ്രായം യുസ്തറത്തു അറബിയിലായിരിക്കൽ നിർബന്ധമാണ്, നിബന്ധനയാണ്. ലിഅന്നഹു ദിക്റുൻ മഫ്റൂദുൻ, കാരണം ഖുതുബ എന്നതൊരു ഫർളായ ദിക്റാണ്. ദിക്ർ അറബിയിലല്ലാതെ ദിക്റില്ല. മലയാളത്തിൽ സുബ്ഹാനല്ലാഹ്, മലയാളത്തിൽ അല്ലാഹു അക്ബർ പറയലുണ്ടോ? മലയാളത്തിൽ ബിസ്മില്ലല്ലാഹുണ്ടോ? ദിക്റുണ്ടോ? മറ്റൊരു ഭാഷയിൽ കൊണ്ടുവരുന്നു. ലിഅന്നഹു ദിക്റുൻ മഫ്റൂദുൻ, അതൊരു ഫർളാക്കപ്പെട്ട ദിക്റാണ്. കത്തശഹുദി അത്തഹിയാത്ത് പോലെ, തക്ബീറത്തുൽ ഇഹ്റാമി തക്ബീറത്തുൽ ഇഹ്റാം പോലെ അതൊക്കെ ദിക്റായതുപോലെ ഖുതുബയും ഒരു ദിക്റാണ്, ഫർളായ ദിക്റാണ് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ വീണ്ടും പറയാണ്, മാ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടും ഉണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. വകാന യഖ്തുബു ബിൽ അറബിയ്യ, അല്ലാഹുവിന്റെ റസൂൽ അറബി ഭാഷയിൽ മാത്രം ഖുതുബ ഓതി, അറബി ഭാഷയിൽ മാത്രമാണ് നിസ്കരിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹി നിസ്കരിച്ചതുപോലെ ആകണമെങ്കിൽ അറബിയിൽ മാത്രം ഖുതുബ ഓതി, അറബിയിൽ മാത്രം നിസ്കരിക്കണം. റസൂലുള്ളാഹി ഒരിക്കലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല, ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. നിസ്കാരത്തിനൊരു ഭാഷയും ഖുതുബക്കൊരു ഭാഷയും അങ്ങനെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, സഹാബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇന്നോളം ഈ അടുത്ത കാലം വരെയുള്ള ഓരോറ്റ മുസ്ലിം പണ്ഡിതന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ വിവരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ കുടുങ്ങിപ്പോകരുതെന്ന് മനസ്സിലാക്കി പറയുകയാണ്. ആളുകളെ തൃപ്തിയല്ലല്ലോ നമ്മുടെ ലക്ഷ്യം, അല്ലാഹുവിന്റെ തൃപ്തിയാണ്. അല്ലാഹുവല്ലാതെ കൊടുക്കുന്നവരില്ല, തടയുന്നവരില്ലെന്ന് വിശ്വസിച്ചിട്ടാ പറയുന്നത്. ഓ മുഅ്മിനീങ്ങളെ, ഒരാഴ്ച ചെയ്തു പോകുന്ന തെറ്റുകൾ ശുദ്ധീകരിക്കപ്പെട്ട ദിവസമാ വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം ആ ജുമുഅ. ആ ജുമുഅന്റെ ഖുതുബ മലയാളത്തിലാക്കുന്നതോടെ നമ്മളെ ജുമുഅ ബാത്തിലായി പോയി കേട്ടോ. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അറബി ഭാഷയുള്ള ഖുതുബയിലും ജുമുഅയിലുമല്ലാതെ പങ്കെടുക്കരുത്. ഇനി ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് പറയട്ടെ, ജുമുഅക്ക് മുമ്പ് പള്ളിയിലെത്തിയവരെന്താ വേണ്ടത്? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം നവവി, ഞാനിപ്പോ പറഞ്ഞ ഇമാം നവവിയില്ലേ, ആ ഇമാം നവവി പറയുന്നു. അതുപോലെ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. ശറഹുൽ മുഹദ്ദബ് നോക്കിയാൽ കാണാം, ശറഹുൽ വജീദ് നോക്കിയാൽ കാണാം, എല്ലാ കിതാബുകളിലും കാണാം. ജുമുഅക്ക് മുമ്പ് പള്ളിയിൽ വന്നാൽ എന്താ വേണ്ടത്? അതേ, വഹും യസ്തഗിലൂന ബിൽദിക്രി വസ്സലാത്തി വൽഖിറാഅത്തി വസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുമുഅക്ക് മുമ്പ് പള്ളിയിലെത്തിയാൽ ദിക്ർ കൊണ്ട് ജോലിയാകണം, റസൂലുള്ളാഹിന്റെ സലാത്ത് കൊണ്ട് ജോലിയാകണം, ഖുർആനോത്ത് കൊണ്ട് ജോലിയാകണം. ഈ മൂന്ന് കാര്യം സുന്നത്താണെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു, ഇമാം റാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ജുമുഅക്ക് മുമ്പ് ചില സ്ഥലങ്ങളിൽ ഒരു പ്രസംഗം നടത്തുന്ന ഏർപ്പാടുണ്ട്. അത് സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ല, ഇമാമിങ്ങൾ പഠിപ്പിച്ച നടപടിയല്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരു സദസ്സ് മദീനത്തെ പള്ളിയാണ്. അതേ, നിസ്കരിക്കാൻ ജുമുഅ തുടങ്ങാൻ പോവുകയാണ്, ജുമുഅ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഇൽമു പറയാൻ എഴുന്നേറ്റ് നിന്നു. അപ്പൊ വേറെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഇൽമു പറയാൻ എഴുന്നേറ്റ് നിന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരിക്കണോ അവിടെ?
ഇരിക്കണോ അവിടെ. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പറയേണ്ട ഇൽമൊക്കെ റസൂലുള്ളാഹിയോട് ചോദിച്ചിട്ട് നമുക്ക് പറയാം. നിസ്കാരത്തിന് മുമ്പ് ഇൽമ് പറയേണ്ട സമയമല്ല. ഇരിക്കൂ അവിടെ. ഇമാം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിടിച്ചവിടെ ഇരുത്തി ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തപ്പോ ശാഫിഈ മദ്ഹബിന്റെ മുഹദ്ദിറായ ഇമാം നവവി റഹിമഹുല്ലാഹ് ശർഹ് മുസ്ലിമിൽ പറയുകയാണ്, നിസ്കാരത്തിന് ഒരുമിച്ച് കൂടിയ ആളുകളെ മുമ്പിൽ ഇൽമ് പറഞ്ഞുകൊണ്ട് ശബ്ദമുയർത്തുന്നത് വിരോധിക്കപ്പെട്ടതാണെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. അതേ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇൽമ് പറയാം, അതിനു മുമ്പ് ഇൽമ് പറയൽ കൊണ്ട് ശബ്ദമുയർത്തുന്നത് വിരോധിക്കപ്പെട്ടതാണെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടുത്തെ ശർഹ് മുസ്ലിമിൽ പറയുകയാണ്, ഇപ്പോൾ ചില ആളുകൾ ന്യായം ചോദിക്കുകയാണ്. മുസ്ലിയാരെ നിസ്കാരം കഴിഞ്ഞിട്ട് പ്രസംഗിച്ചാല് ഒരു കൂട്ടി വിരിക്കൂലെല്ലാം പോയി കളയും. ഓ ശരി, ആളുകൾക്കൊപ്പിച്ചിട്ടുണ്ടാക്കുകയാണ് അല്ലേ? ആളുകൾക്കൊപ്പിച്ചുണ്ടാക്കി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുകയാണ്, കാലിനൊപ്പിച്ച് ചെരുപ്പുണ്ടാക്കുകയല്ല അല്ലേ? ആളുകൾക്കൊപ്പിച്ചിട്ട് ഇങ്ങനെ മാറ്റിയാണ്. അത് തന്നെയായിരുന്നു മുമ്പ് ഒരാള്, അതേ മറുവാൻ എന്ന് പറയുന്നൊരു രാഷ്ട്രീയക്കാരൻ വന്നു. മൂപ്പരാ പള്ളിയിൽ ഒത്തുപോകുന്നത്, പെരുന്നാളിന് ഒത്തുപോകുന്നത്. അബൂ സഈദ് ഖുദരിയുടെ സഹാബിയാണ്. സഹാബിയായ അബൂ സഈദ് ഖുദരിയുടെ കൂടെ പള്ളിയിലും ചേർന്നപ്പോ പെരുന്നാൾ നിസ്കരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോ മറുവാൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ നേരെ ഖുത്ബ ഓതാൻ വേണ്ടി പോവാണ്. പെരുന്നാൾ നിസ്കാരത്തിന്റെ ഖുത്ബ ശേഷ ഇയാളെന്ത് ചെയ്തു? ഖുത്ബ ആദ്യമാക്കി. അപ്പൊ ഖുത്ബ ഓതാൻ പോവാണ്. അബൂ സഈദ് ഖുദരി ഏയ് ഇതെന്താ ചെല്ലാരിയെ, ആദ്യം നിസ്കാരമല്ലേ വേണ്ടത്, പിന്നല്ലേ ഖുത്ബ. അപ്പൊ ഇയാൾ പറഞ്ഞ അബൂ സഈദ് നിങ്ങളെ പണ്ട് വെച്ചെല്ലാം പോയി ഇപ്പൊ പുതിയതാ. അതിന്റെ അത് ആളുകളൊന്നും പ്രസംഗത്തിന് ഇരിക്കുന്നില്ല. ഈ ചങ്ങാതി മോശക്കാരായതുകൊണ്ട് ആളുകൾ പ്രസംഗത്തിരിക്കുന്നില്ല, അയാളെ പ്രസംഗക്കാരൻ്റെ ആളിരിക്കുള്ളൂ. ഇയാള് തോന്നിയാസം ചെയ്യുന്ന ആളായതുകൊണ്ട് ഇയാളെ പ്രസംഗത്തിന് ആളിരിക്കുന്നില്ല. ഇതാ മൂപ്പരെ താല്പര്യം. ഇയാൾ പറയുന്നത് ഖുത്ബക്ക് ആളിരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ ഖുത്ബ ഓതുകയാണ്. അബൂ സഈദ് ഖുദരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുലഫാഉർ റാഷിദീങ്ങളും പഠിപ്പിച്ചതിനേക്കാൾ നല്ലൊരാശയം നീ കൊണ്ടുവരൂലടോ, നിന്റെ കൂടെ ഇരിക്കാൻ ഞാനില്ല. നബിയും സഹാബത്തും പഠിപ്പിച്ചതിനപ്പുറം നീ എന്ത് കൊണ്ടുവരാനാണ് ഇവിടെ? സഹോദരന്മാരെ, അയാളെ ന്യായവും പിന്നീട് ആളിരിക്കൂലാന്നായിരുന്നു. പെരുന്നാളിന് ഖുത്ബ ഓതുമ്പോൾ എണ്ണീറ്റ് പോയി കളയും. അതുകൊണ്ട് ഖുത്ബ ആദ്യത്തിലാക്കാനായിരുന്നു ന്യായം. ഈ ന്യായമുണ്ടോ? ഇസ്ലാം അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു. ഇതുപോലെ ഞാൻ പറയട്ടെ, നല്ല നാളിരിക്കാനൊരു സമയമുണ്ട്. ചെയ്യാൻ പറ്റുമോ? എപ്പോഴാ? ജുമാ നിസ്കാരത്തിൽ അത്തഹിയാത്തിലൊരു പ്രസംഗം, അത്തഹിയാത്തിൽ ഇരുന്നിട്ട് മൊയ്യാൻ ഒരൊറ്റ പ്രസംഗം. കാരണം ഒരൊറ്റ കുട്ടിയും പോകൂല, കാരണം സലാം വീട്ടാണ്ട് പോയിക്കൂടാ. ആരും എത്താൻ ബാക്കിയുണ്ടാവില്ല, നെല്ല് വെട്ടിയിട്ടുണ്ടാവും. നമ്മളെ ജുമാന്റെ മുമ്പ് പ്രസംഗിക്കുന്നവരുണ്ടല്ലോ, അവര് പ്രസംഗിക്കാൻ നിന്നാ പലരും വരാൻ ബാക്കിയുണ്ടാവും. പ്രസംഗം കഴിയുമ്പോഴേക്ക് എത്താന്ന് വിചാരിച്ച് നിൽക്കുന്നവരുണ്ടാവും. നേരെ മറിച്ച് അത്തഹിയാത്തിൽ പ്രസംഗിച്ചാൽ നല്ല സുഖാണ്, ഒരൊറ്റ കുട്ടി എത്താൻ ബാക്കിയുണ്ടാവില്ല. ഇനി ഒരൊറ്റ കുട്ടിക്ക് തിരിച്ചു പോകാനും പറ്റൂല, കാരണം നിസ്കാരത്തിലല്ലേ പ്രസംഗം, അതുകൊണ്ട് പോകാനും പറ്റൂല. ചെയ്യാൻ പറ്റുമോ സഹോദര? ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മളെ കമ്മിറ്റി ചേർന്നിട്ടുണ്ടാക്കുന്ന നിയമങ്ങളല്ല, നമ്മൾ കമ്മിറ്റി ചേർന്നിട്ടുണ്ടാക്കുന്ന നിയമങ്ങളല്ല. ചിലപ്പോ ക്രിസ്ത്യാനികളായ സഹോദരന്മാർക്ക് അവരച്ഛന്മാരിരുന്നിട്ടുണ്ടാക്കുന്ന നിയമങ്ങൾ ഉണ്ടാകും. നമ്മളെ മതം അങ്ങനെയല്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ, 4 ഖുലഫാഉർ റാഷിദീങ്ങൾ പഠിപ്പിച്ചതുപോലെ, സഹാബത്ത് പഠിപ്പിച്ചതുപോലെ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതുപോലെ, നമ്മളെ മുൻഗാമികൾ പഠിപ്പിച്ചതുപോലെ ജീവിക്കുന്നതിനാ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ഞാൻ സുന്നിയാണ് എന്നുകൊണ്ട് ഒരാൾ സുന്നിയാവൂല. സുന്നത്ത് ജമാഅത്താകണമെങ്കിൽ സുന്നത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ നടപടിക്കാ സുന്നത്ത് എന്ന് പറയുന്നത്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിന്റെ സഹാബത്ത് മുതൽക്ക് ഇന്നേ വരെയുള്ള മുസ്ലിങ്ങളുടെ കൂട്ടായ്മക്കാണ് ജമാഅത്ത് എന്ന് പറയുന്നത്. അപ്പൊ റസൂലുള്ള പഠിപ്പിച്ചതും അന്ന് മുതൽ ഇന്നേ വരെയുള്ള പണ്ഡിതന്മാര്, ആ മുസ്ലിം പണ്ഡിതന്മാരെ കൂട്ടായ്മയും മുസ്ലിം ബഹുജനങ്ങളുടെ കൂട്ടായ്മയും അതിനെ അംഗീകരിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ആ കൂട്ടായ്മയിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ ആശയം തെറ്റിപ്പോയി, ആശയം തെറ്റുമ്പോൾ സുന്നത്തിന് പുറത്തേക്ക് പോയി. അതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ഓർക്കട്ടെ, ചില ആളുകൾ ദീനിന്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുമാക്കി മാറ്റാമെന്ന് ധരിക്കുന്നവരുണ്ട്. ആ ധാരണ തിരുത്തപ്പെടേണ്ടതാണ്. അല്ലാഹു ജല്ല ജലാലുഹു ഹഖ്ഖിനെ ഹഖായി മനസ്സിലാക്കി കൊടുക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ.